അതെ, നമ്മളിപ്പോൾ പോകുന്നത് കല്യാണത്തിനല്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ ഇതെവിടെ പോവാന്ന്. പറഞ്ഞു തരാലോ. മുഹൂർത്തം 12 മണിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിൽ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടി ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. ഇത് രാഖിയുടെ അമ്മയാണ് കേട്ടോ. മക്കളുടെ കല്യാണത്തിന് പാരൻസിനുണ്ടാകുന്ന ടെൻഷൻ ആ മുഖത്ത് നന്നായി കാണാനുണ്ടായിരുന്നു കേട്ടോ. രാഖി നമ്മൾ താമസിച്ച അതേ സ്പോട്ടിലേക്ക് തന്നെയായിരുന്നു മേക്കപ്പിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മാറ്റി ഇറങ്ങിയപ്പോഴേ അവിടെ ഫോട്ടോഷൂട്ട് വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ നാഗക്ഷേത്രങ്ങളിലൊന്നായ മണ്ണാറശാല ക്ഷേത്രത്തിലേക്കാണ്. മാത്രമല്ല കേരളത്തിൽ സ്ത്രീകൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഏക ക്ഷേത്രം എന്നതാണ് ഇതിനെ കൂടുതൽ വിശേഷണം നൽകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പാതകളിലും മരങ്ങൾക്കിടയിലും 100,000-ലധികം പാമ്പുകളുടെ പ്രതിമകളുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് വിശേഷങ്ങൾ നിറഞ്ഞൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി റൂമിലൊക്കെ ഒന്ന് പോയി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലെത്തിയായിരുന്നു. മുഹൂർത്തം ഉച്ചയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും സമയം കിട്ടിയത്. അതേതായാലും നന്നായി, അമ്പലത്തിൽ പോകാൻ പറ്റിയല്ലോ. അങ്ങനെ നമ്മളിതേ ഓഡിറ്റോറിയത്തിൽ കയറി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേക്കും കല്യാണ മേളങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണ ചടങ്ങുകൾക്കൊക്കെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ സദ്യയിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, രൂപത്തിലും ഭാവത്തിലും രുചിയിലും ഒക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി. മോർണിംഗിൽ 2 റൂം ഉണ്ടായിരുന്നു, നമ്മൾ ഒരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ 5:30-ക്കാണ് അമൃതയ്ക്ക് ബസ്സുള്ളത്. അങ്ങനെ അമൃതയും അഖിലേട്ടനും പോയി കഴിഞ്ഞു. നമുക്ക് 6:30-ക്കായിരുന്നു ട്രെയിന്. അങ്ങനെ ഫുഡ് മേടിച്ചിട്ട് കയറാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ടിക്കറ്റ് കിട്ടിയത് എറണാകുളത്തേക്കായിരുന്നു കേട്ടോ. അവിടുന്ന് വേണം പിന്നെ കാലിക്കറ്റിലേക്ക് വേറെ ട്രെയിൻ കയറാനായിട്ട്. 8:30 ആകുമ്പം എറണാകുളത്ത് ഇറങ്ങിയ നമുക്ക് 3